നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പുതിയ സ്ക്രീൻഷോട്ടുകൾ, ഓഡിയോ തെളിവുകളടക്കം പുറത്തു വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണ് എന്ന് കരുതുന്ന ഒരു ശബ്ദ സന്ദേശം അടക്കം പുറത്തു വരികയാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ യുവതിയുടെ പുതിയ ഓഡിയോ ക്ലിപ്പുകളും ചാറ്റ് സ്ക്രീൻഷോട്ടുകളും പുറത്തു വന്നതിലാണ് അദ്ദേഹം പ്രതികരണം നടത്തിയിരിക്കുന്നത്. പാർട്ടി നേതൃത്വം ഇക്കാര്യത്തിൽ ഏകകണ്ഠമായി തീരുമാനമെടുത്തിട്ടുണ്ടെന്നും ഒരേ കാര്യത്തിൽ 2 തവണ നടപടിയെടുക്കാൻ പറ്റുമോ എന്നുമായിരുന്നു VD സതീശന്റെ ചോദ്യം. ആ നടപടി നിലനിൽക്കുകയാണ്. അതായത് നേരത്തെ ഈ ഒരു ഓഡിയോ അതുപോലെ തന്നെ മറ്റ് പരാതികളൊക്കെ വന്നപ്പോൾ സ്വീകരിച്ച ഒരു നിലപാടുണ്ട്, ആ ഒരു നടപടിയുണ്ട്. ആ നടപടി ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്ന് VD സതീശൻ ചൂണ്ടിക്കാണിച്ചു. പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട രാഹുൽ പരിപാടികളിലും സ്ഥാനാർത്ഥി നിർണയത്തിലും വരെ പങ്കെടുക്കുന്നുണ്ടല്ലോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഇതെല്ലാം സംഘടനാപരമായ കാര്യങ്ങളാണെന്നും KPCC പ്രസിഡന്റിനോട് ചോദിക്കണമെന്നുമായിരുന്നു VD സതീശന്റെ മറുപടി. സംഘടനാപരമായ കാര്യങ്ങൾക്ക് താൻ മറുപടി പറയില്ല. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതാണ്. ഒരേ കാര്യത്തിൽ ഒരേ വ്യക്തിക്കെതിരെ 2 തവണ നടപടിയെടുക്കാൻ പറ്റില്ല എന്നും VD സതീശൻ വ്യക്തമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കൂടുതൽ പ്രതികരണത്തിനില്ലെന്നും പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും ഷാഫി പറമ്പിൽ MPയുടെ പ്രതികരണം. പാർട്ടി നടപടി സ്വീകരിച്ചതാണ്. ഇതിൽ കൂടുതൽ പാർട്ടി ചെയ്യേണ്ടതില്ല. കൂടുതൽ പ്രതികരണങ്ങൾ ആവശ്യമെങ്കിൽ പാർട്ടി ആലോചിച്ച് തീരുമാനിക്കുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ഗർഭധാരണത്തിന് നിർബന്ധിച്ചത് രാഹുലാണെന്നും കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും പെൺകുട്ടി പറയുന്നതിന്റെ ശബ്ദരേഖയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഒപ്പം കുഞ്ഞിനെ വേണമെന്ന് രാഹുൽ പറയുന്ന ചാറ്റും പുറത്തു വന്നു. അവസാന നിമിഷം എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ മാറുന്നതെന്ന് പെൺകുട്ടി കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നതും ഡ്രാമ അവസാനിപ്പിച്ച് ആശുപത്രിയിൽ പോകണമെന്ന് രാഹുൽ മറുപടി പറയുന്നതും പുറത്തു വന്ന ശബ്ദ സന്ദേശത്തിലുണ്ട്. എല്ലാം നിന്റെ പ്ലാൻ അല്ലേ എന്ന് പെൺകുട്ടി രാഹുലിനോട് ചോദിക്കുമ്പോൾ നീ മാനേജ് ചെയ്യുന്നുണ്ടോ, മാനേജ് ചെയ്തോ, എനിക്കതിൽ ഒരു ഇഷ്യൂവും ഇല്ല എന്നാണ് രാഹുലിന്റെ മറുപടി. 1-ാം മാസം എന്തൊക്കെയാ ഉണ്ടാവുക എന്ന് നമുക്കൊക്കെ അറിയാമെന്ന രാഹുലിന്റെ പരാമർശത്തിന് നിങ്ങൾ കുറെ പേരെ കണ്ടിട്ടുണ്ടാകും, എനിക്ക് എന്റെ കാര്യമേ അറിയൂ എന്നായിരുന്നു പെൺകുട്ടിയുടെ മറുപടി. മുമ്പ് സമാന ശബ്ദരേഖ പുറത്തു വന്നതിനെ തുടർന്ന് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലും പാർട്ടി പരിപാടികളിലും രാഹുൽ സജീവമാകുന്നതിനിടെയാണ് പുതിയ ശബ്ദ സന്ദേശം പുറത്തു വന്നത്. നേരത്തെ പുറത്തുവന്ന ശബ്ദരേഖയും ചാറ്റും അടിസ്ഥാനമാക്കി ക്രൈംബ്രാഞ്ച് രാഹുലിനെതിരെ കേസെടുത്തിരുന്നു. ഇമെയിൽ വഴി പോലീസ് ആസ്ഥാനത്ത് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കേസെടുത്തത്. അതേസമയം ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ശബ്ദരേഖ തന്റേതല്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. പുതുതായി ഒന്നും പുറത്തു വന്നിട്ടില്ലെന്നും അന്വേഷണവുമായി താൻ സഹകരിക്കുന്നുണ്ട് എന്നുമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. എന്തായാലും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഈ വിഷയത്തിലുള്ള നിലപാട് ഏറ്റവും ശ്രദ്ധേയമാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലെ UDF നേതൃത്വം സംരക്ഷിക്കുകയാണോ എന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം ഒരു വ്യക്തമായ മറുപടി KPCC പ്രസിഡന്റിനോട് ചോദിക്കൂ എന്നതാണ് അദ്ദേഹം നൽകിയ മറുപടി. പ്രത്യേകിച്ച് രാഹുലിന്റെ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് കൈയൊഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, നേരത്തെ നടപടിയെടുത്തതാണ്. പിന്നാലെ പ്രതിപക്ഷ നേതാവ് ഏത് രീതിയിലാണ് രാഹുലിനോട് സമീപിക്കുന്നത്, ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഒക്കെ നമുക്കറിയാവുന്ന, നിലപാടൊക്കെ നമുക്കറിയാവുന്നതാണ്. അത് വീണ്ടും അദ്ദേഹം ആവർത്തിക്കുകയാണ്. അതേസമയം UDFന്റെ MLA ആയിട്ടാണ് പരിപാടികളെല്ലാം പങ്കെടുക്കുന്നത്, അത് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നത് എന്ന് പറഞ്ഞൊരു സംരക്ഷണ കവചം കഴിഞ്ഞ ദിവസം VK ശ്രീകണ്ഠൻ MP രാഹുൽ മാങ്കൂട്ടത്തിന് ഒരുക്കിയിരുന്നു. ഇത് പരാമർശിച്ചും പ്രതിപക്ഷ നേതാവിനോട് മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചു. UDF MLA ആയി പ്രചാരണങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവിന് മറുപടി പറയാമല്ലോ എന്നായി മാധ്യമങ്ങൾ. UDF MLA ആകുമ്പോൾ UDF നേതൃത്വം മറുപടി പറയണ്ടേ എന്ന ചോദ്യത്തിൽ പ്രതിപക്ഷ നേതാവ് പ്രതിരോധത്തിലായി. 2 തവണ നടപടിയെടുക്കാനാവില്ല എന്ന് തന്നെ ആവർത്തിച്ചു പറയുകയും ഒരുപാട് ആവേശം കാണിക്കല്ലേ എന്നും മാധ്യമങ്ങളോട് അദ്ദേഹം പറയുകയും താക്കീത് കൊടുക്കുകയും ചെയ്തു. ഇതിനോട് തനിക്കിനി കൂടുതലൊന്നും പ്രതികരിക്കാനില്ല എന്നായിരുന്നു VD സതീശന്റെ നിലപാട്. അതേസമയം പാലക്കാട് നഗരസഭ പിടിക്കുകയാണ് ലക്ഷ്യമെന്ന് പറയുമ്പോൾ അച്ചടക്ക നടപടി നേരിട്ട രാഹുലിനെ പോലെ ഒരാളെ വെച്ച് വോട്ട് പിടിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യത്തിനും പ്രതിപക്ഷ നേതാവ് കൃത്യമായ മറുപടി നൽകിയില്ല എന്നതും ശ്രദ്ധേയം. അക്ഷരാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവിനും മറുപടി ഇല്ലാത്ത ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഈ ഒരു വിഷയത്തിൽ ഇനി എന്തായിരിക്കും മറ്റു നീക്കങ്ങൾ, മറ്റു നിർദ്ദേശങ്ങൾ? പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ മണ്ഡലത്തിൽ സജീവമാവുകയും ഈ ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് സജീവമാകുന്നുണ്ട്. സ്ഥാനാർത്ഥികൾക്കായി വോട്ട് ചോദിക്കാൻ ഇറങ്ങുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെ ഒരു നടപടി നേരിട്ട വ്യക്തിയാണ് അദ്ദേഹം. വീണ്ടും പ്രവൃത്തി മണ്ഡലത്തിൽ സജീവമായി നിൽക്കുന്നത് ഒരുപാട് ചോദ്യങ്ങളിലേക്ക് നയിക്കപ്പെടുന്നുണ്ട്. അതേസമയം
ഈ വിഷയങ്ങളിൽ പ്രതികരണങ്ങൾ പലയിടത്തു നിന്നുണ്ടാകുന്നു. പ്രത്യേകിച്ച് മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം പ്രതികരിക്കുന്നു. അതുമാത്രമല്ല കെ മുരളീധരൻ പ്രതികരിക്കുന്നു. പി ദിവ്യ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ, വീണ ജോർജ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒക്കെ പ്രതികരിക്കുകയാണ്. പ്രത്യേകിച്ച് പി ദിവ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി നമുക്കൊന്ന് നോക്കാം. ഈ ഒരു വിഷയത്തിൽ, അതായത് പുതിയ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ പി ദിവ്യ പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്രകാരമാണ്: ഇന്ന് സ്മരിക്കേണ്ട സ്ത്രീരത്നങ്ങൾ. ഗോവിന്ദചാമിമാരെ സൃഷ്ടിക്കുന്നതിൽ ഇതുപോലെയുള്ള ചിലരുടെ പിന്തുണയും ആലിംഗനവും പ്രോത്സാഹനവുമാവും. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിന് പുറത്തു കഴിയുന്ന ഗോവിന്ദചാമിയാണ്. ജീവിതം തന്നെ പ്രതിസന്ധിയിലായ പകച്ചുപോയ ഒരു പെൺകുട്ടിയോടാണ് സഹോദരി നിങ്ങൾ ധൈര്യമായി പരാതി നൽകണം. കേരള ജനത കൂടെ ഉണ്ടാവും. ഇല്ലെങ്കിൽ ഈ കേരളത്തിലെ കോൺഗ്രസ് ഓഫീസുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ലൈംഗിക വൈകൃതമുള്ള മനോരോഗികളെ സൃഷ്ടിക്കും. നിയമസഭയിൽ അവർ തെളിഞ്ഞിരിക്കും. സീമാജി നായരും അനുശ്രീമാരും സംരക്ഷണം ഒരുക്കും. ഇരയോടാണ് നിങ്ങൾ ധൈര്യമായി ഇറങ്ങും. അമ്മയെയും പെങ്ങളെയും ഭാര്യയും തിരിച്ചറിയാൻ സാധിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട മനുഷ്യരും നിനക്കൊപ്പം ഉണ്ടാകും. ഈ സർക്കാരും നിനക്കൊപ്പം ഉണ്ടാകും എന്നതായിരുന്നു പി ദിവ്യ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ്. മാത്രമല്ല സീമാജി നായരെ ലക്ഷ്യമിട്ടായിരുന്നു ഒരു വിമർശനം പി ദിവ്യയുടേത്. എന്താണ് സീമാജി നായർ ഈ ഒരു വിഷയത്തിൽ, അതായത് രാഹുലിന്റെ പുതിയ ഓഡിയോ പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട് സീമാജി നായർ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി നോക്കാം. ശുഭദിനം. ഇന്നലെ ചില പ്രശ്നങ്ങൾ വീണ്ടും ഉടലെടുത്തിട്ടുണ്ട്. അതിന്റെ പേരിൽ സൈബർ അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ട്. അതിൽ തീക്കുട്ടി എന്ന മുഖമില്ലാത്ത വ്യക്തിയിൽ നിന്നും ഏറ്റവും അധികം ആക്ഷേപിച്ചുകൊണ്ട് എനിക്കെതിരെ പോസ്റ്റ് വന്നിട്ടുണ്ട്. തീക്കുട്ടി പറയുന്നത് എൻ്റെ സമയമായി എന്നാണ്. ദൈവം തമ്പുരാൻ തീക്കുട്ടിയുടെ രൂപത്തിൽ അവതരിച്ചെന്നുള്ളത് അടിയൻ അറിഞ്ഞില്ല. പൊറുക്കണേ മുഖമില്ലാത്ത തമ്പുരാനെ. ഞാൻ രാഹുലിന് വേണ്ടി കഴിഞ്ഞ 3 മാസമായി PR വർക്ക് ചെയ്യുകയായിരുന്നുവെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ആവശ്യത്തിൽ കൂടുതൽ എഴുതിയിട്ടുണ്ട്. അതിന് താഴെ വന്ന് ഈ പോസ്റ്റ് കാത്തിരുന്നത് പോലെ ആക്ഷേപങ്ങൾ വളരെ കൂടുതലുണ്ട്. ഇനി ഞാൻ പറയട്ടെ, ഏത് തീക്കുട്ടി വന്ന് എന്തെഴുതിയാലും തേനീച്ചക്കൂട് ഇളകിയ പോലെ സൈബർ അറ്റാക്ക് വന്നാലും ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ഉറച്ചു നിൽക്കും. ആദ്യം ഞാൻ രാഹുലിന് വേണ്ടിയിട്ട പോസ്റ്റിൽ എഴുതിയ വാചകം ഇപ്പോഴും എഴുതുന്നു. അന്നും ഇന്നും പറയുന്നു, തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം. അത് തെറ്റ് ചെയ്താൽ മാത്രം. ഒരു പുരുഷന് മാത്രമായി തെറ്റ് സംഭവിക്കില്ല. അതുകൊണ്ട് ഇതൊക്കെ കേട്ട് പേടിച്ച് മൂലയിൽ പോയി താൻ ഒളിക്കുമെന്ന് ഒരു തീക്കുട്ടിയും കരുതണ്ട എന്നായിരുന്നു സീമാജി നായരുടെ പ്രതികരണം. അതേസമയം ഈ വിഷയത്തിൽ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ എന്ന് കരുതുന്ന സ്ക്രീൻഷോട്ട് അതുപോലെ തന്നെ ഓഡിയോ ഒക്കെ പുറത്തു വന്ന വിഷയത്തിൽ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ നടത്തിയ പ്രതികരണത്തിലേക്ക് കൂടി പോവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം പരിശോധിച്ച് സർക്കാർ നടപടിയെടുക്കണം. ശബ്ദരേഖയില്ല, നടപടിയാണ് വേണ്ടത്. പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായാലേ പുറത്താക്കലിനെ പറ്റി ചിന്തിക്കൂ. യാഥാർത്ഥ്യം മനസ്സിലാക്കി നടപടികളിലേക്ക് പോകേണ്ടത് പോലീസാണ്. ഇപ്പോൾ പാർട്ടിയിൽ ഇല്ലാത്ത ഒരാൾക്കെതിരെ വ്യക്തമായ തെളിവുകളോട് കൂടിയ നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവേണ്ടത്. രാഹുൽ പൊതുവേദികളിൽ സജീവമാകുന്ന സംഭവത്തിൽ പരാതി വന്നാൽ പാർട്ടി പരിശോധിക്കുമെന്നും കെ മുരളീധരന്റെ ഉറപ്പ്. രാഹുലിനെ തിരിച്ചെടുക്കാനുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും പാർട്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആർക്കും പ്രചാരണം നടത്താം. കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗിക വേദിയിലും പങ്കെടുപ്പിച്ചിട്ടില്ല എന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിന് യുവതി നിർബന്ധിക്കുന്നതും അസഭ്യം പറയുന്നതുമായ ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നത്. നമുക്ക് കുഞ്ഞ് വേണമെന്നുമാണ് രാഹുൽ പെൺകുട്ടിയോട് വാട്സാപ്പിലൂടെ ആവശ്യപ്പെടുന്നത്. എനിക്ക് നിന്നെ ഗർഭിണിയാക്കണമെന്നും രാഹുൽ നിർബന്ധിക്കുന്നുണ്ട്. ലൈംഗികാരോപണത്തിൽ നടപടി നേരിട്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം അടക്കം രാജിവെക്കേണ്ടതിന് പിന്നാലെയാണ് രാഹുലിന് കൂടുതൽ കുരുക്കായി വീണ്ടും ശബ്ദരേഖ പുറത്തു വന്നത്. എന്നാൽ ഈ സംഭവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതി പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തെളിവുകൾ മുഖ്യമന്ത്രിക്ക് കൈമാറാനാണ് യുവതിയുടെ തീരുമാനമെന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഗുരുതര ശബ്ദ സംഭാഷണങ്ങൾ പുറത്തു വന്നിട്ടും രാഹുലിന്റെ ഭാഗത്തു നിന്ന് ഭീഷണിയും അധിക്ഷേപവും തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഈ പെൺകുട്ടി ഒരു നീക്കം നടത്തുന്നതെന്ന വിവരവും പുറത്തു വരികയാണ്. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്താണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ശകലങ്ങളും മറ്റുമൊക്കെ പുറത്തു വരുന്നത്. ഇത് തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്നതടക്കമുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. പ്രത്യേകിച്ച് മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസത്തിൽ ഈ ഒരു വിഷയത്തിൽ പ്രതികരണം നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം കൂടി നമുക്ക് നോക്കാം. കോൺഗ്രസ് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പരാതി അതീവ ഗുരുതരമാണെന്നും വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നത് ഒളിച്ചുകളി നിലപാടാണെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഒരു പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചുവെന്ന് മാത്രമല്ല, ഗർഭം ധരിക്കാൻ ആവശ്യപ്പെട്ട ശേഷം നിർബന്ധിത ഗർഭചിത്രത്തിന് വിധേയയാക്കിയെന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇത് കേവലം ഒരു രാഷ്ട്രീയ വിഷയമല്ലെന്നും മറിച്ച് സ്ത്രീത്വത്തിന് നേരെയുള്ള കടന്നുകയറ്റവും ക്രിമിനൽ കുറ്റവുമാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തുവെന്ന കോൺഗ്രസ് പ്രഖ്യാപനം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള വെറും നാടകം മാത്രമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.